അപ്പോൾ ഗായ്സ് CUET PG 2024 എക്സാമിൻ്റെ അപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫിൽ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിൽ അപ്ലിക്കേഷൻ ഫോം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ ഫിൽ ചെയ്യാമെന്നുള്ളതും അതിൽ കോമൺ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള കൺഫ്യൂഷനുകൾ, മിസ്റ്റേക്കുകൾ ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സോ അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഒഫീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത് pgcuet.samarth.ac.in ആണ്. ഇതുവരെ 2023 വരെ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് CUET.nta.nic.in എന്നുള്ള സൈറ്റിലായിരുന്നു. 2024 മുതൽ സൈറ്റ് മാറിയിട്ടുണ്ട്. pgcuet.samarth.ac.in എന്നുള്ള സൈറ്റിലാണ്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതിൻ്റെ ടോപ്പ് റൈറ്റ് ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും രജിസ്റ്റർ എന്നുള്ളൊരു ബട്ടണ്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ അപ്ലൈ ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയേഴ്സൊക്കെ ഇവിടെ ലിസ്റ്റായിട്ട് വരുന്നുണ്ട്. ഇതിൽ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കിട്ടും. അതായത് എക്സാമിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതിൻ്റെ എലിജിബിലിറ്റി എന്താണ്, അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ബുള്ളറ്റിനിൽ PDF അവൈലബിൾ ആണ്. ഈ PDF നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഈ വർഷം മുതൽ CUETയുടെ പാറ്റേൺ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതുവരെ പാർട്ട് A, പാർട്ട് B എന്നുള്ള രീതിയിലായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. ഇനി മുതൽ ഡൊമൈനിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അഥവാ 75 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ഉണ്ടാവുക. അതിന് 105 മിനിറ്റ് അഥവാ 1.25 മണിക്കൂറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അതിൻ്റെ എലിജിബിലിറ്റി ഒക്കെ നമുക്ക് ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ അവൈലബിൾ ആണ്. ഇനി നേരെ നമ്മൾ അപ്ലിക്കേഷൻ പ്രൊസീജിയറിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യാനുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് എന്ന് കൊടുക്കുക. സോ ഇതാണ് രജിസ്ട്രേഷൻ ഫോം വരുന്നത്. ഇവിടെ മെയിനായിട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാനുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. സോ പേര്, കാര്യങ്ങൾ, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഗാർഡിയൻസ് നെയിം ഒക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്യാനുള്ളത്. എങ്ങനെയാണോ നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡിൽ നിങ്ങളുടെ നെയിം ഉള്ളത് അതേപോലെ എന്ത് ചെയ്യുക, തെറ്റ് കൂടാതെ ഇത് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, നാഷണാലിറ്റി, അതുപോലെ ഐഡൻറ്റിറ്റി ടൈപ്പ്, അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് ഇവിടെ മെയിനായിട്ട് ഫില്ല് ചെയ്യാനുള്ളത്. പിന്നീട് വരുന്നത് പ്രസൻറ്റ് അഡ്രസ്സ് ഫില്ല് ചെയ്യാനാണ്. അവിടെ നിങ്ങളുടെ വീട്ടുപേര്, സബ് ലൊക്കാലിറ്റി, കൺട്രി, സ്റ്റേറ്റ് പോലുള്ള ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യാനുണ്ടാവുക. അതിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഫില്ല് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. കാരണം ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിസീവ് ചെയ്യുന്നുണ്ടാവുക ഇമെയിൽ ID-ലോട്ടായിരിക്കും. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, അതായത് നിങ്ങൾക്ക് OTP കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യുന്നുണ്ടാവുക ഈ മൊബൈൽ നമ്പറിലോട്ടായിരിക്കും. സോ ആ 2 കാര്യങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. പിന്നീട് പെർമനൻറ്റ് അഡ്രസ്സാണ്. പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും സെയിം ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് എന്താണോ അത് ഇവിടെ ഫില്ല് ചെയ്യുക. പിന്നീട് പാസ്വേഡാണ് വരുന്നത്. പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. മിനിമം 8 ക്യാരക്ടേഴ്സ് വേണം. അതുപോലെ 13 ക്യാരക്ടേഴ്സാണ് മാക്സിമം. അതിൽ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, ഒരു ലോവർ കേസ് ലെറ്റർ, ഒരു അപ്പർ കേസ് ക്യാരക്ടർ, അതുപോലെ തന്നെ ഒരു ന്യൂമറിക്കൽ വാല്യൂ ഇൻക്ലൂഡഡ് ആയിരിക്കണം. സോ അത്തരത്തിലൊരു പാസ്വേഡ് എന്ത് ചെയ്ത് കൊടുക്കുക, ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ കൺഫേം പാസ്വേഡിൻ്റെ അവിടെ എന്ത് ചെയ്യുക, ഈ ഒരു സംഗതി തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നീട് ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഉണ്ടാവും. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങളുടെ പാസ്വേഡ് മറന്നു കഴിഞ്ഞാലോ മിസ്സായി കഴിഞ്ഞാലൊക്കെ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ വേണ്ടി വരും. സോ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ എന്ത് ചെയ്യുക, താഴെ കൊടുക്കുക. അത് കഴിഞ്ഞ് ഇവിടെ ഒരു സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്യാനുണ്ടാവും. ഈ മുകളിൽ കാണുന്നത് എന്താണോ അത് തന്നെ എന്ത് ചെയ്ത് കൊടുക്കുക, താഴെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരെ സബ്മിറ്റ് ബട്ടൺ അമർത്തുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുക ഒരു റിവ്യൂ പേജ് ആയിരിക്കും. അവിടെ നിങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇൻ കേസ് എന്തെങ്കിലും എഡിറ്റിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പേജിൽ വെച്ചായിരിക്കണം നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടത്. അവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു എഡിറ്റിംഗ് പോസിബിൾ ആവില്ല. സോ ആ ഒരു പേജിൽ തന്നെ നിങ്ങൾ കറക്റ്റ് കൺഫേം ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതോടുകൂടി നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അപ്ലിക്കേഷൻ ഫോമിലോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കണ്ടിന്യൂ അപ്ലിക്കേഷൻ ഫോം എന്നുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. സോ അപ്ലിക്കേഷൻ ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങളുടെ ഓൾറെഡി എൻ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ അവിടെ ഉണ്ടാവും. അതിന് പുറമേ നിങ്ങളുടെ കാറ്റഗറി കാര്യങ്ങൾ, അതുപോലെ ഫാദേഴ്സ് ക്വാളിഫിക്കേഷന്, ഒക്കുപ്പേഷന്, മദേഴ്സ് ക്വാളിഫിക്കേഷൻ, ഒക്കുപ്പേഷനൊക്കെ നിങ്ങൾക്ക് അവിടെ ഫില്ല് ചെയ്യാനുണ്ടാവും. അതുപോലെ തന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഓൾറെഡി അവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാട്ട ആയിട്ട് ബന്ധപ്പെട്ട്
സപ്പോസ് നിങ്ങൾക്ക് NCC കോട്ട അല്ലെങ്കിൽ സ്പോർട്സ് കോട്ട ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നേരെ എന്ത് ചെയ്യുക, ഇതൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നേരെ സേവ് ബട്ടൺ അമർത്തുക. പിന്നീട് വരുന്നത് അടുത്തൊരു റിവ്യൂ പേജിലോട്ടായിരിക്കും. അഥവാ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്, അല്ലെങ്കിൽ ഒരു പേജാണ് ഇവിടെ കാണുന്നത്. അത് കഴിഞ്ഞ് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, പ്രൊസീഡ് ടു നെക്സ്റ്റ് സെക്ഷൻ അടിക്കുക. ഇനി അതല്ല, നിങ്ങൾ എൻ്റർ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക, ഈ അപ്ഡേറ്റ് പേഴ്സണൽ ഫോം എന്നുള്ള ബട്ടൺ അമർത്തിയിട്ട് എന്ത് ചെയ്യുക, അത് കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുത്തുക. എന്നിട്ട് വീണ്ടും പ്രൊസീഡ് ടു നെക്സ്റ്റ് സെക്ഷൻ എന്നടിക്കുക. പിന്നീട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ വരുന്നുണ്ടാവുക നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ്. അതിൽ ഫസ്റ്റ് നിങ്ങളുടെ 10th ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യാനുള്ളത്. നിങ്ങളുടെ റിസൾട്ട്, അതുപോലെ നിങ്ങൾ പാസിംഗ് ഇയർ, നിങ്ങൾ ഏത് ബോർഡിലാണ് 10th കംപ്ലീറ്റ് ചെയ്തതെന്നുള്ളത് ഈ ലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. സ്കൂളിൻ്റെ നെയിം, കാര്യങ്ങൾ, നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള മാർക്ക്, കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എൻ്റർ ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ +2 ഡീറ്റെയിൽസ് ആണ്. അതും ഇതുപോലെ തന്നെ എന്ത് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ UG അഥവാ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ക്വാളിഫയിങ് എക്സാം ഏതാണെന്നുള്ളത്, BSc ആണെങ്കിൽ BSc കൊടുക്കുക. റിസൾട്ട് സ്റ്റാറ്റസ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പിയറിംഗ് കൊടുക്കുക. ഓൾറെഡി കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ പാസ്ഡ് എന്ന് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ എന്ത് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കോളേജിൻ്റെ നെയിം, അതുപോലെ നിങ്ങളുടെ റോൾ നമ്പർ, കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരെ എന്ത് ചെയ്യുക, സേവ് ബട്ടൺ അമർത്തുക. വീണ്ടും നിങ്ങൾക്കൊരു റിവ്യൂ പേജ് കാണും. നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് തറവായിട്ട് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അപ്ഡേറ്റ് ബട്ടൺ അമർത്തിയിട്ട് അത് ചേഞ്ച് ചെയ്യുക, വീണ്ടും സേവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ പ്രൊസീഡ് ടു നെക്സ്റ്റ് സെക്ഷൻ എന്ന് കൊടുക്കുക. അടുത്തതായിട്ട് നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ സെലക്ട് ചെയ്യാനുള്ള പേജാണ്. അവിടെ നിങ്ങൾക്ക് പ്രിഫറൻസ് അനുസരിച്ച് 2 സിറ്റി സെലക്ട് ചെയ്യാം. സോ ഇവിടെ സ്റ്റേറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞാൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള സിറ്റികൾ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. സോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഏതാണോ അത് ഫസ്റ്റ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത് ഇവിടെ കൊടുക്കുക. എന്നിട്ട് നേരെ സേവ് അമർത്തുക. സോ അതും റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് കാണും. നിങ്ങൾ കൊടുത്തിട്ടുള്ള പ്രിഫറൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്രൊസീഡ് ടു നെക്സ്റ്റ് സെക്ഷൻ എന്ന് കൊടുക്കുക. ഇനിയുള്ളത് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ പ്രോഗ്രാം സെലക്ട് ചെയ്യാനുള്ള പേജാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി നെയിം സെലക്ട് ചെയ്യാനുണ്ടാവും. സപ്പോസ് ഞാനിവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് വേണ്ട പ്രോഗ്രാമിംഗ് ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫിസിക്സ് കൊടുക്കുക. കെമിസ്ട്രി വേണ്ടവർ കെമിസ്ട്രി കൊടുക്കുക. മാത്സ് വേണ്ടവർ മാത്സ് കൊടുക്കുക. എന്നിട്ട് ഈ ആഡ് ബട്ടൺ എന്നുള്ളത് അമർത്തി കഴിഞ്ഞാൽ അത് ഇവിടെ ലിസ്റ്റായിട്ട് വരുന്നത് കാണാൻ പറ്റും. ഇനി ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PG ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് എലിജിബിലിറ്റി എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് അതിൻ്റെ എലിജിബിലിറ്റി എന്നുള്ളത്, എത്ര മാർക്ക് വേണം എന്നുള്ള ക്രൈറ്റീരിയകളൊക്കെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് അടുത്തൊരു യൂണിവേഴ്സിറ്റി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ എന്ത് ചെയ്യുക, അടുത്ത യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക, പ്രോഗ്രാം സെലക്ട് ചെയ്യുക. സോ മിനിമം ഒരു യൂണിവേഴ്സിറ്റി ആഡ് ചെയ്യുക, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എന്നിട്ട് നേരെ എന്ത് ചെയ്യുക, യൂണിവേഴ്സിറ്റി ഓർ പ്രോഗ്രാം സെലക്ഷൻ പ്രിവ്യൂ എന്നുള്ള ബട്ടൺ അമർത്തുക. സോ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് ഉണ്ടാവും. ഇവിടെ ഞാൻ 1 അപ്ലൈ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ 1 കാണുന്നത്. നിങ്ങൾ അതിൽ കൂടുതൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ എന്തായിട്ട് വരും, ഒരു ടേബിളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കൺഫേംഡ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, പ്രൊസീഡ് ടു നെക്സ്റ്റ് സെക്ഷൻ കൊടുക്കുക. ഇനി വരുന്നത് ടെസ്റ്റ് പേപ്പർ അഥവാ സബ്ജക്റ്റ് സെലക്ഷനാണ്. നിങ്ങൾക്ക് 4 സബ്ജക്റ്റിൽ വരെ എക്സാം എഴുതാൻ പറ്റും. സപ്പോസ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് ഫിസിക്സ് ആണെങ്കിൽ എനിക്ക് ഇവിടെ ഫിസിക്സ് സെലക്ട് ചെയ്യാം. ഇവിടെ അടുത്ത നിങ്ങൾ ഏതെങ്കിലും പേപ്പർ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നിങ്ങൾ അതിന് എലിജിബിൾ ആണോ എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ ആ പ്രോഗ്രാം ഉണ്ടോ എന്നുള്ളതും നിങ്ങളുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വഴി ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്യണം. അഥവാ നിങ്ങൾ പേപ്പർ വേറൊന്നും എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നോട്ട് അപ്ലിക്കബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അടിയിൽ, അത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ഇവിടെ ഓൾറെഡി അവർ പറയുന്നുണ്ട് candidates are advised to read the rules of selection of test paper or subject or languages in CUET PG 2024 ഇൻഫർമേഷൻ ബുള്ളറ്റിൻ. സോ അതുവഴി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം ഈ സബ്ജക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം സേവ് അമർത്തുക. വീണ്ടും നിങ്ങൾ എത്തുന്നുണ്ടാവുക ഒരു റിവ്യൂ പേജിലായിരിക്കും. നിങ്ങൾ കൊടുത്തിട്ടുള്ള ടെസ്റ്റ് പേപ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്രൊസീഡ് ടു നെക്സ്റ്റ് സെക്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ആൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഫോട്ടോ അതുപോലെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനാണുള്ളത്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ സൈസും അതുപോലെ സിഗ്നേച്ചറിൻ്റെ സൈസുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫോട്ടോയുടെ സൈസ് ഇൻ ബിറ്റ്വീൻ 10 KB ആൻഡ് 200 KB ആയിരിക്കണം. അതുപോലെ സിഗ്നേച്ചർ ബിറ്റ്വീൻ 4 KB ആൻഡ് 30 KB ആയിരിക്കണം. സോ അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എൻഡ് ചെയ്യും.
ഇവിടെ സ്റ്റാർട്ട് അപ്ലോഡ് എന്ന് കൊടുക്കുക, ഇവിടെയും കൊടുക്കുക. സോ നമ്മുടെ ഫോട്ടോ സിഗ്നേച്ചർ ആഡ് ആയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രൊസീഡ് ടു പ്രിവ്യൂ സെക്ഷൻ എന്ന് കൊടുക്കുക. പിന്നീട് നിങ്ങൾ വരുന്നുണ്ടാവുക റിവ്യൂ പേജിലോട്ടാണ്. നമ്മൾ ഇതുവരെ എൻ്റർ ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴെയായിട്ട് കുറച്ച് ചെക്ക് ബോക്സിൽ ടിക്ക് ഇടാനുണ്ടാവും. നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. പിന്നീട് നമുക്ക് പെൻഡിങ് ആയിട്ടുള്ളത് പേയ്മെൻ്റ് ആണ്. സോ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ മുന്നേ ഇമെയിൽ ഐ ഡി കൺഫേം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇമെയിൽ ഐ ഡി കൺഫേം ചെയ്യാനുള്ള ഒരു പേജ് വരുന്നുണ്ട്. സോ അവിടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഒന്നുകൂടെ കൺഫേം ചെയ്യുക. ഇവിടെ സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്യാനുണ്ട്. സോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെരിഫൈ കൊടുക്കുക. സോ ഒരു വെരിഫിക്കേഷൻ കോഡ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലോട്ട് വന്നിട്ടുണ്ടാവും. അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക, സെക്യൂരിറ്റി പിന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇതോടുകൂടെ നമ്മുടെ ഇമെയിൽ ഐ ഡി വെരിഫൈ ആവും. എഗെയിൻ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ബട്ടൺ അമർത്തി കൊടുക്കുക. ഓൾറെഡി ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ എഗെയിൻ പ്രൊസീഡ് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെക്ക് ബോക്സ് എല്ലാം ടിക്ക് ചെയ്യുക. അഗൈൻ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഏത് മെത്തഡ് വേണമെങ്കിലും യൂസ് ചെയ്യുക. സപ്പോസ് ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ബട്ടണാണ് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് പല ടൈപ്പ് പേയ്മെൻറ്റ് അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് ഈവൻ മറ്റൊരു ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ അതൊരു ബാങ്ക് ഡെബിറ്റ് കാർഡ്സ് എന്നുണ്ട്. നിങ്ങളുടെ UPI ആണെന്നുണ്ടെങ്കിൽ UPI ഉണ്ട്. സോ ഏത് വേണമെന്നുണ്ടെങ്കിലും പേയ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുക. സോ പേയ്മെൻറ്റ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് പ്രോസസ്സ് എൻഡായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സോ അടിപൊളിയായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക. ഓൾ ദ ബെസ്റ്റ്, ബൈ.